അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, എൻ്റെ ചോദ്യം വരുന്നത് 2/1/2019 ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടി അവർ ആ പ്രഭാതം വരവേറ്റത്. 2 ആക്ടിവിസ്റ്റുകൾ, ഒന്ന് രാമനാമം പോലും ജപിക്കാത്ത, വായിൽ എന്ത് വന്നാലും അത് രാജ്യവിരുദ്ധത മാത്രം പറയുന്ന 2 ആക്ടിവിസ്റ്റുകളെ പിണറായി പോലീസ് ഇരുട്ടിൻ്റെ മറവിൽ സന്നിധാനത്തെത്തിച്ചു. ആചാരലംഘനം നടത്തി. എല്ലാ ശ്രദ്ധയും അങ്ങോട്ടേക്ക്. തൊട്ടു പിന്നാലെ 16/2/2019 എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്ക് അയച്ച കത്ത് ഗോൾഡ് ക്ലാഡ് കോപ്പർ പ്ലേറ്റ് എന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം വീണ്ടും 6/3/2019 ദേവസ്വം കമ്മീഷണറുടെ അടുത്ത കമ്മ്യൂണിക്കേഷനിൽ ഈ ഗോൾഡ് ക്ലേഡ് കോപ്പർ പ്ലേറ്റ് എന്നത് വെറും കോപ്പർ പ്ലേറ്റായി. അപ്പോൾ ഈ രീതിയിലുള്ള ഇടപെടലുകൾ വരികയാണ്. ഇതിനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയായിരുന്നോ യുവതീ പ്രവേശന വിധി ഇങ്ങനെ സർക്കാർ ഉപയോഗിച്ചത്? അങ്ങ് ചോദിച്ച ചോദ്യം സംഘപരിവാർ മനസ്സുകളിൽ എല്ലാ കാലത്തും ഉള്ള ചരിത്രബോധത്തിന്റെ ഭാഗം കൂടിയാണെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ വിമർശനം. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാലത്തും സംഘപരിവാർ ആഗ്രഹിക്കുന്നത് ഭൂതകാലത്തിൽ നിന്ന് അതിന്റെ ചീഞ്ഞളിഞ്ഞ വശങ്ങൾ ചൂഴ്ന്നെടുത്തുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ പരിണിത ഫലമാണ് ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് 2019 സുപ്രീം കോടതി വിധിയെ വിമർശിക്കാതെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങൾ മാത്രം ചേർത്തു പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സുപ്രീം കോടതി വിധി ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ കൃത്യമായി പറയുന്ന ഇക്വാളിറ്റിയെ മുൻനിർത്തി നടത്തിയിട്ടുള്ള ഒരു വിധി പ്രസ്താവനയാണ്. ആ വിധി പ്രസ്താവനയെ ചേർത്തു പിടിക്കുന്ന നിങ്ങൾക്ക് ആ വിധി പ്രസ്താവനയെ വിമർശിക്കുന്നതിനു പകരം ആ വിധി പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ശബരിമലയിലേക്ക് സ്ത്രീകൾ പ്രവേശിക്കുന്നതിനു വേണ്ടി നടന്നിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും ആരാധന നടത്തുകയും ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, യുവതീ പ്രവേശനം അങ്ങനെ തന്നെ പറയൂ. യുവതീ പ്രവേശനമാണ് അവിടെ നടന്നത്. അതും യുവതികളായ ഭക്തർക്കൊന്നും അങ്ങോട്ട് പോകണ്ട, റെഡി ടു വെയിറ്റ് എന്ന് അവർ പറഞ്ഞതാണ്. ആർക്കായിരുന്നു പോകേണ്ടത്? ബിന്ദു അമ്മിണിക്ക്. ആർക്കായിരുന്നു പോകേണ്ടത്? കനകദുർഗയ്ക്ക്. ആർക്കായിരുന്നു പോകേണ്ടത്? രഹന ഫാത്തിമയ്ക്ക്. ഇവർക്കൊക്കെ എന്തായിരുന്നു ഇത്ര ആവേശം? എൻ്റെ ചോദ്യം കൃത്യമായി തന്നെ ഞാൻ അങ്ങയിലേക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്. ഇതൊക്കെ വിധി അവിടെ നിൽക്കട്ടെ, വിധിക്ക് പിന്നാലെ സെപ്റ്റംബർ 28 വിധിക്ക് പിന്നാലെ വീണ് കിട്ടിയൊരവസരമാക്കി മാറ്റുകയായിരുന്നോ ലക്ഷ്യമെന്നാണ് എൻ്റെ ചോദ്യം. കാരണം സന്നിധാനം മുഴുവൻ നിയന്ത്രണത്തിലാക്കി, അവിടുത്തെ സന്നദ്ധ സംഘടനകളെ മുഴുവൻ താഴെ ഇറക്കി, എല്ലാം പോലീസിൻ്റെ ബൂട്ടിൻ്റെ കാൽച്ചുവട്ടിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യം. ഇതെന്തിനായിരുന്നു ഒരുക്കിയത്? ഈ കാട്ടുകൊള്ളയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. 2019 സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേരളത്തിലുണ്ടായ കോലാഹലങ്ങൾ സുവർണാവസരമായി കണ്ടത് ഇടതുപക്ഷമോ മറ്റാരുമായിരുന്നില്ല. അത് കൃത്യമായി BJPയും സംഘപരിവാർ രാഷ്ട്രീയവുമായിരുന്നു. ആ വീണ് കിട്ടിയ സുവർണാവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും വീണ്ടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നേടാൻ കഴിയുമോ എന്ന പരിശ്രമം മാത്രമുണ്ട്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങൾ വിതച്ചത് കൊയ്തത് മുഴുവൻ കേരളത്തിലെ UDF ആണെന്നുള്ളതായിരുന്നു വസ്തുത. ആ വസ്തുതകളെ മനസ്സിലാക്കാതെയാണ് ഇപ്പോ 2025 ആയപ്പോ ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്ന് കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ ആകെ ചേർത്തു പിടിക്കുന്നതിനും കേരളത്തിലെ പ്രമുഖ ഭൂരിപക്ഷ സമുദായത്തിന്റെ പ്രബലരായിട്ടുള്ള 2 സംഘടനകൾ NSSഉം SNDPയും അടക്കം ഇടതുപക്ഷ ഗവൺമെന്റുമായിട്ടായിരുന്ന എല്ലാ പരിഭവങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തതിലെ ഏറ്റവും വലിയ ജാള്യതയാണ് ഇത്തരം ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ആരായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അയ്യപ്പ സംഗമം നടത്തുമെന്ന് നിങ്ങൾ തീരുമാനിച്ചത് എപ്പോഴാണ് ശ്രീ ബി എൻ ഹസ്കർ? ഈ 2 വർഷം മുമ്പ് നിങ്ങൾ ഇതൊക്കെ തീരുമാനിച്ചിരുന്നോ? ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും, ഈ 2019 വലിയ തിരിച്ചടി വരും, അതിനുശേഷം 2024 വലിയ തിരിച്ചടി ഉണ്ടാവും, എന്നാൽ പിന്നെ ഒരു സംഗമം നടത്താമെന്ന് ഈ കാട്ടുകൊള്ള നടക്കുന്ന സമയം തന്നെ നിങ്ങൾ തീരുമാനിച്ചിരുന്നോ? അങ്ങനെയെങ്കിലും ഓക്കെ, ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയാം. അല്ലെങ്കിൽ ടൈം മെഷീൻ വെച്ച് സഞ്ചരിക്കാനുള്ള പ്രത്യേകതരം എന്തെങ്കിലും കഴിവ് CPM-നുണ്ടോ? അങ്ങനെയല്ല. ഞങ്ങൾ രാഷ്ട്രീയത്തെ കാണുന്നത് വളരെ കൃത്യതയോടുകൂടിയും ആ രാഷ്ട്രീയത്തിന്റെ ഓരോ ചലനവും ജനങ്ങളുടെ ഓരോ ചലനവും ഉൾക്കൊള്ളാൻ കഴിയുന്ന രാഷ്ട്രീയ ബോധത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം. ആ സംഘടനാ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് വളരെ കൃത്യമായി എന്താണ് കേരളത്തിലെ ജനങ്ങളുടെ സ്പന്ദനമെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാനാവുന്നു എന്നതാണ് വസ്തുത. ആ വസ്തുതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. ഒന്ന്, നിങ്ങൾ കരുതേണ്ടത്, നിങ്ങൾ ആലോചിക്കേണ്ടത് ആരായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നും
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവതാര രഹസ്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഇതിലെ പരമപ്രധാനമായിട്ടുള്ള ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റി ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു മുൻപ് തന്റെ വീട്ടിൽ, തന്റെ സഹോദരിയുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പത്തിന്റെ പീഠങ്ങൾ കാണാതെ പോയി എന്ന് പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും അതൊരു കൃത്യമായ ഒരു ഗൂഢാലോചന ശബരിമലയെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയുള്ള ശ്രമം. ഈ കഴിഞ്ഞ മണിക്കൂർ വരെ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഒരു പരാതി നൽകുന്നില്ല? ആ പരാതിയിൽ എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ് കേസെടുക്കുന്നില്ല? കഴിഞ്ഞ മണിക്കൂറിലാണ് കേരള പോലീസ് ഇക്കാര്യത്തെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയായും ദേവസ്വത്തിലെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരെ അടക്കം ഇന്ന് ദേവസ്വം ബോർഡിൽ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനും പഴയ 8 ഉദ്യോഗസ്ഥന്മാരെ അടക്കം ഇപ്പോ നിലവിൽ എഫ്ഐആർ എടുത്തിട്ടുണ്ട്. മോഷണത്തിനും അതുപോലെ തന്നെ അഴിമതി നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകൾ ചാർത്തിയാണ് ഇപ്പോൾ എഫ്ഐആർ എടുത്തിട്ടുള്ളത്. അതൊക്കെ സംബന്ധിച്ചു, ഒക്കെ ശരി തന്നെയാണ്. എന്റെ ചോദ്യം ഇപ്പോഴും പ്രസക്തമല്ലേ? ഇതിനൊക്കെ കളമൊരുക്കിയത് എപ്പോഴാണ്? ഞാനിതാ ഡേറ്റ് അടക്കം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വെർഡിക്റ്റിൽ പറയുന്ന ഡേറ്റാണിത്. ഈ 16/2/2019 ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്ക് അയച്ച കത്ത്, അതിൽ ഗോൾഡ് ക്ലാഡഡ് കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നു. പിന്നീട് ദേവസ്വം കമ്മീഷണറുടെ കമ്മ്യൂണിക്കേഷനിൽ അത് വെറും കോപ്പർ പ്ലേറ്റായി മാറുന്നു. അതിനുശേഷം ജൂലൈയിലും ജൂണിലും പിന്നീട് ഓഗസ്റ്റിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങ് വരിക, അങ്ങ് അഴിക്കുക, കൊണ്ടുപോവുക. ഇതെന്താണിത്? എന്നിട്ട് ഇതൊക്കെ ചോദിക്കുമ്പോൾ പറയുക, അയ്യോ ഇതൊക്കെ വലിയ ഗൂഢാലോചനയാണ്. വിശ്വാസികളെ ഹൃദയത്തിലേറ്റി വെച്ച് വലിയ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതിനെ തകർക്കാനുള്ള ഗൂഢാലോചന. പറഞ്ഞത് അഡ്വക്കേറ്റ് BN ഹസ്കർ മാത്രമല്ല കേട്ടോ, ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൂടിയാണ്. ഇതെങ്ങനെ ചേർക്കാൻ പറ്റുക? അങ്ങനെയല്ല, നിങ്ങൾ ഇതിനെ ചേർത്ത് വായിക്കുന്നത് മാസങ്ങളുടെ കണക്കുകളിൽ വ്യത്യാസമുണ്ട്. 2019 ജനുവരി മാസത്തിലാണ് അങ്ങ് പറയുന്ന ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആകമാനം കോലാഹലം ഉണ്ടായത്. എന്നാൽ ഇപ്പോ സംഭവിച്ചിട്ടുള്ള ഈ ഗോൾഡ് ക്ലാഡിംഗ് പ്ലേറ്റുകൾ എങ്ങനെ മാറി എന്നുള്ളത് സംബന്ധിച്ച് വന്നിട്ടുള്ള മഹസറും ആ മാറ്റവും ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ. അപ്പോ അങ്ങ് ആരോപിക്കുന്ന ആരോപണം അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വസ്തുത. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം ഇത് ജൂലൈ ആയാലും ഓഗസ്റ്റ് ആയാലും ഒക്കെ ആയാലും ഈ രീതിയിലുള്ള കാട്ടുകൊള്ളയ്ക്ക് കളം ഒരുക്കേണ്ട സാഹചര്യം. ഞാൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ഒരു ചോദ്യം, ഇരുമുടി ഏന്തി വ്രതം എടുത്തു വന്ന ഭക്തർ പലരും ഈ കോലാഹലങ്ങൾ കാരണം പമ്പയിൽ വെച്ചും നിലയ്ക്കൽ വെച്ചും ഒക്കെ മനസ്സ് നിറയെ സങ്കടവും പേര് തിരിച്ചു പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. അല്ല ശ്യാം, ഇതിന് വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആണ് എന്റെ ഉത്തരം. 2019 ജനുവരി മാസത്തിലാണ് സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേരളത്തിൽ കോലാഹലങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് തർക്കങ്ങളും അത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായത് ജനുവരി മാസത്തിലാണ്. ഇത് നടന്നത് ഈ ക്ലാഡിങ്സ് എടുത്തുകൊണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെ ക്ലാഡിങ്സ് ഊരിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് ജൂലൈ മാസത്തിലാണ്. അപ്പോ അത് തമ്മിൽ തന്നെ പൊരുത്തക്കേടുണ്ട്. അങ്ങ് പറയുന്നത് ഇതുമായി കണക്ട് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു അങ്ങനെ പെട്ടെന്ന് ഉദിച്ചു വന്നൊരു അവതാരമായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. വരികയാണ്, ശബരിമലയിൽ വന്നിരിക്കുക, സന്നിധാനത്ത് വന്നിരിക്കുകയാണ്, തൊഴാൻ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. അയ്യോ ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ വലിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ട സമയമായി, എനിക്കിന്ന് അങ്ങ് ഊരിത്താ എന്ന് പറഞ്ഞാൽ അങ്ങ് ഊരി കൊടുക്കുന്ന സാഹചര്യമാണോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന്? ഇതൊന്നും നോക്കാനുള്ള ആരുമില്ലേ? അങ്ങനെയല്ല. അതിൽ കൃത്യമായി ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് അഡ്ജുഡിക്കേറ്റ് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മാനുവലിൽ ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടക്കുകയാണെങ്കിൽ അത് ശബരിമലയിൽ വെച്ച് തന്നെ നടത്തണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. നിയമപരമായി അത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ട് ശബരിമലയ്ക്ക് പുറത്തേക്ക് ഇത് കൊണ്ടുപോകേണ്ടി വന്ന സാഹചര്യത്തെ സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ നൽകിയിട്ടുള്ള അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അതിൽ വന്നിട്ടുള്ള പിശകുകൾ ഹൈക്കോടതി അഡ്ജുഡിക്കേറ്റ് ചെയ്യുകയും അത് ഹൈക്കോടതി അത്തരത്തിലുണ്ടായിട്ടുള്ള പിശക് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമല്ല എന്ന് കണ്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത്. പിന്നീടാണ് ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതായത് 4.5 കിലോ സ്വർണം കാണാതെ പോകുന്നു എന്നതിന്റെ 4.5 കിലോയുടെ വെയിറ്റ് വ്യത്യാസം, ഈ ക്ലാഡിങ്സിൽ ഉണ്ടായിട്ടുള്ള 4.5 കിലോയുടെ വ്യത്യാസം, ചെമ്പുപാളികൾ എന്ന് മഹസറിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യം, ആ മഹസറിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഇപ്പൊ പൊതുവെ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞല്ലോ. അന്ന് ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്
തിരുവാഭരണ കമ്മീഷണർ അടക്കം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സോപാനം സ്പെഷ്യൽ ഓഫീസറും അടക്കം സാന്നിധ്യത്തിൽ ഇത് തയ്യാറാക്കണമെന്നും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ അനുഗമിക്കണം ചെന്നൈ വരെ എന്ന തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി ഇത് കൈമാറ്റം ചെയ്യണം എന്ന ഉത്തരവ് തിരുത്തി എഴുതിയത് സംബന്ധിച്ച് വരെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ തെളിവുകൾ അതായത് മാത്രമാണ് പ്രശ്നക്കാർ. ഇതിൽ ദേവസ്വം ഭരണസമിതി ക്ലീൻ ആണ്, ദേവസ്വം മന്ത്രി അന്നത്തെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ക്ലീൻ ആണ് എന്നാണ് അങ്ങ് പറയുന്ന പോയിന്റ് അല്ലെ? അങ്ങനെയല്ല. സൂപ്പർവൈസറിൽ ലാപ്സസ് ചിലപ്പോ ഒരുപക്ഷെ എന്നെപ്പോലുള്ള ആളുകൾ സംശയിക്കുന്നുണ്ട്.